ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അഭിരാമി സോഷ്യോളജിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സോഷ്യോളജിയുടെ 3-ാമത്തെ ചാപ്റ്ററാണ്, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എത്ര തരത്തിലുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. Social institutions are the standardized patterns of behavior and organization in a society that fulfill our basic needs. അതായത് സമൂഹത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ രൂപപ്പെട്ട നിശ്ചിത രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹ്യ സ്ഥാപനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം: ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഔപചാരികമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അതായത് കൃത്യമായിട്ടുള്ള റൂൾസ്, അതായത് എഴുതപ്പെട്ട നിയമങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം ഉൾപ്പെടുന്ന സാമൂഹ്യ സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പൊളിറ്റിക്സ്, എക്കണോമിക്സ്, എഡ്യൂക്കേഷൻ, പോലീസ് സ്റ്റേഷൻ, കോർട്ട് തുടങ്ങിയവയൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പൊളിറ്റിക്സ്, എക്കണോമിക്സ്, എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചാണ്. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്, അനൗപചാരികമായത്. അതായത് എഴുതപ്പെട്ട, അതായത് കൃത്യമായിട്ടുള്ള ഒരു നിയമമോ അല്ലെങ്കിൽ ഒരു നിയന്ത്രണങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഉണ്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ഫാമിലി, മാരേജ്, കിൻഷിപ്പ്, റിലീജിയൻ തുടങ്ങിയവ. ഇതാണ് ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഒന്നാമതായിട്ട് നമുക്ക് ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാമിലിയെക്കുറിച്ചാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ തന്നെ ഈ ഒരു അഭിരാമി സോഷ്യോളജിയിൽ ഞാൻ മുമ്പ് വളരെ വിശദമായിട്ട് ഫാമിലി എന്താണ്, മാരേജ് എന്താണ്, കിൻഷിപ്പ് എന്താണ് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിവിടെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫാമിലിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണ് എന്ന് നോക്കാം. കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു അടിസ്ഥാന യൂണിറ്റാണ് എന്നാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കുടുംബമില്ലെങ്കിൽ ഒരു സമൂഹം ഇല്ല എന്ന് തന്നെ നമുക്കത് പറയാം. അപ്പോൾ നമുക്കിവിടെ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, കുടുംബം അതായത് ഫാമിലി എന്ന വാക്കുണ്ടായത് 2 ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ്. ഒന്നാമത് ഫാമുലസ്, രണ്ടാമത് ഫാമിലിയ. ഫാമുലസ് എന്ന് പറയുന്ന വർക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സെർവൻ്റ് ആണ്. ഇറ്റ് മീൻസ് സെർവൻറ്റ്. ആൻഡ് ഫാമിലിയ ഇറ്റ് മീൻസ് ഹൗസ് ഹോൾഡ്. ഓക്കെ, കുടുംബം ശരിക്കും പറയുന്നത് ഭാര്യയും ഭർത്താവും അടങ്ങുന്ന, അതായത് അത് വിത്ത് ഓർ വിത്തൗട്ട് ചിൽഡ്രൻ ആണ്. കുട്ടികൾ ഉണ്ടാവാം, കുട്ടികൾ ഉണ്ടാകാതിരിക്കാം. ഇവർ 2 പേരുടെയും ഒരു കൂട്ടായ്മയാണ് കുടുംബം എന്നാണ് പറയുന്നത്. അതായത് മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ 2 പേര് ഒന്നാവുന്നു, ഒരു കൂട്ടമായി മാറുന്നു. പിന്നീട് അവർക്കിടയിലേക്ക് കുട്ടികളുണ്ടാവുന്നു. ചില സമയത്ത് അത് ചിലപ്പം ബ്ലഡ് റിലേഷനിലൂടെ ഉണ്ടാവുന്നൊരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തായിരിക്കാം. എന്തായാലും അവിടെ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് ഫങ്ഷൻ ഇസ് ദ ഫാമിലി ടു പ്രൊക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ദ സ്പീഷീസ് ആണ്. അതായത് കുട്ടികളെ ഉണ്ടാക്കുവാനും വളർത്തുവാനും ഉള്ള ഒന്നാണ് എന്ത്, ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫാമിലിയുടെ ആ ഒരു ഉത്ഭവം, അതായത് നമുക്ക് പറയുകയാണെങ്കിൽ ഫാമിലിയുടെ ഉത്ഭവമല്ല, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഉത്ഭവം ഫാമിലിയിൽ നിന്നാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം എക്കണോമിക് ആക്ടിവിറ്റീസ് ആയാലും സോഷ്യൽ കൺട്രോൾ ആയാലും എഡ്യൂക്കേഷൻ ആണെങ്കിലും റിലീജിയൻ ആണെങ്കിലും ഒക്കെ ഇവയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതും നമുക്ക് ഇവയൊക്കെ ആദ്യമായിട്ട് സാധ്യമാകുന്നതും നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമായിട്ട് നമ്മൾ കുടുംബത്തെ കണക്കാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഒരു കുട്ടി സാമൂഹിക മര്യാദകളും സംസ്കാരവും എല്ലാം പഠിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്, കുടുംബത്തിൽ നിന്നാണ്. മാത്രമല്ല കുടുംബം ഒരു വ്യക്തിയെ അവൻ്റെ ജനനം മുതൽ മരണം വരെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് നമ്മൾ
ലൈക്ക് മനുഷ്യ സമൂഹത്തിന് കുടുംബമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഹ്യൂമൻ സൊസൈറ്റി ക്യാനോട്ട് ഫങ്ഷൻ വിത്തൗട്ട് ഫാമിലി. ഓക്കെ, കുടുംബത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണ് എന്ന് പറഞ്ഞാൽ അത് ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് യൂണിവേഴ്സാലിറ്റിയാണ്. യൂണിവേഴ്സാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും എല്ലാ സൊസൈറ്റിയിലും കാണപ്പെടുന്ന, ഇപ്പം ഇവിടെയാണെങ്കിലും നമ്മുടെ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റുകളിലാണെങ്കിലും ഇനി ഇന്ത്യക്ക് പുറത്താണെങ്കിലും എല്ലായിടത്തും കാണുന്ന ഒന്നാണ് എന്ത്, കുടുംബം എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സ്മോൾ ഇൻ സൈസാണ്. ഒരുപാട് അംഗങ്ങളുള്ളതോ ജോയിൻറ്റ് ഫാമിലിയൊക്കെ ഉണ്ട്, എന്നാൽ പോലും ഒരു കോളേജിൻ്റെ ഒരു സ്കൂളിൻ്റെ ഒക്കെ അത്രത്തോളം അംഗങ്ങൾ ഉള്ള ആളുകൾ എവിടെ വരുന്നില്ല, ഫാമിലിയിൽ വരുന്നില്ല. ആൻഡ് ദിസ് വൺ ഈസ് പെർമനൻറ്റ്. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, പെർമനൻ്റ് ആണ്. പെർമനൻ്റ് എന്ന് നമ്മൾ പറയുമ്പം ഇപ്പം നമ്മളിപ്പം സ്കൂളുകൾ ചേഞ്ച് ചെയ്യാറുണ്ട്, കോളേജുകൾ ചേഞ്ച് ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളുടെ കുടുംബം ചേഞ്ച് ചെയ്യുന്നില്ല. ഇറ്റ്സ് പെർമനൻറ്റ്. ഓക്കെ, ആൻഡ് ഇമോഷണലി കണക്റ്റഡ് എന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും ഫാമിലിയിൽ. ആൻഡ് ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഫാമിലിയുടെ ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി വിവിധ തരത്തിലുള്ള ഫാമിലിയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് എൻ്റെ ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. എന്നാലും അല്ലാത്ത സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സമയം കിട്ടുമ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ടൈപ്സ് ഓഫ് ഫാമിലി പറയുന്ന സമയത്ത് നമ്മൾ രണ്ട് തരത്തിലുള്ള ഫാമിലിയെക്കുറിച്ച് പറയുന്നുണ്ട്. പാട്രിയാർക്കൽ ഫാമിലി, മാട്രിയാർക്കൽ ഫാമിലി. പാട്രിയാർക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛന് മേധാവിത്വമുള്ള ഫാമിലി, അതായത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതൊക്കെ ആരായിരിക്കും, അവിടെ പുരുഷനായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഗൃഹനാഥൻ. ആൻഡ് മാട്രിയാർക്കി അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷെ നമ്മളുടെ ചാപ്റ്ററിൽ ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് കുടുംബത്തിലെ കാര്യങ്ങൾ ആര് നോക്കുന്നത്, ഫീമെയിൽ ആയിട്ടുള്ള അവിടുത്തെ ഗൃഹനാഥ നോക്കുന്നത്. ചിലപ്പം അവിടെ ഫുഡ് എത്തിച്ചു കൊടുക്കുന്നത്, ജോബിന് പോകുന്നത് ചിലപ്പം അവിടുത്തെ ഗൃഹനാഥൻ തന്നെയായിരിക്കും, പക്ഷേ എല്ലാ ആക്ടിവിറ്റീസും നോക്കുന്നത് ഗൃഹനാഥിയായിരിക്കും. അങ്ങനെയുള്ള ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, ഈ ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സും അതേപോലെ തന്നെ മാട്രിയാർക്കിയും ഒന്നാണോ എന്നുള്ളത്. അല്ല, മാട്രിയാർക്കിയും ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സും രണ്ടാണ്. മാട്രിയാർക്കി എല്ലാ അവകാശങ്ങളിലും ആരിൽ നിക്ഷിപ്തമാണ്. ഇപ്പം ഫുഡ് എത്തിച്ചു വരേണ്ടതും ഫുഡ് കുടുംബത്തെക്കുറിച്ച് തീരുമാനിക്കുന്നതും ഡിസിഷൻ എടുക്കുന്നതൊക്കെ ആരാണ്, അവിടുത്തെ ആ ഒരു ഫീമെയിലായിരിക്കും മാട്രിയാർക്കിയിൽ. എന്നാൽ ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നത് ഇപ്പം ഫുഡ് എത്തിച്ചു കൊടുക്കാൻ ചിലപ്പോൾ ഗൃഹനാഥൻ ഉണ്ടായിരിക്കാം, പക്ഷേ അവിടുത്തെ വരവ് ചെലവ് കണക്കുകളൊക്കെ നോക്കുന്നത് അവിടുത്തെ ഗൃഹനാഥിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു തെലുഗ് സേയിങ്സ് പറയുന്നുണ്ട്, ലൈക്ക് ബ്രിങ്ങിങ് അപ്പ് എ ഡോക്ടർ ഈസ് ലൈക്ക് വാട്ടറിങ് എ പ്ലാന്റ് ഇൻ അനദേഴ്സ് കോർട്ട്യാർഡ് എന്നാണ് പറയുന്നത്. അതായത് പണ്ടേ ഉള്ളൊരു കാര്യമാണ്, പെൺകുട്ടികളെ വളർത്തുന്നത് വെറുതെയാണ്, അവർ മറ്റുള്ള ഒരാളുടെ കോർട്ട്യാർഡിൽ മുറ്റത്തെ ചെടിയാണ് നമ്മൾ അതിനെ നട്ടു നനയ്ക്കുന്നു എന്നാണ് ഇതിലൂടെ പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ അത് ആ ഒരു സെയിങ് എന്നല്ല, ശരിയല്ല എന്നുള്ളത്. ഈ ഒരു കാറ്റഗറൈസേഷൻ, അതായത് കുടുംബം നോക്കുക, കുടുംബത്തിലെ ആൺകുട്ടിയും പെൺകുട്ടിയെ കെട്ടിച്ചു വിടുക എന്നുള്ളതും ഒരുപാട് കാലം മുതലേ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫാമിലിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഫാമിലിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിലിട്ട ആ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമതായിട്ട് പറയുന്നത് മാരേജിനെ കുറിച്ചാണ്. എന്താണ് മാരേജ്, വിവാഹം എന്ന് പറഞ്ഞാൽ? ലൈക്ക് ഇൻ എ സിമ്പിൾ വേ വി ക്യാൻ സേ മാരേജ് ഈസ് എ കോൺട്രാക്ട് and it's also for what regulate sex life of people. Okay, that is marriage. പക്ഷേ ഇന്ന് നമ്മളിങ്ങനെ ഇതൊരു കോൺട്രാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇത് സെക്സ് ലൈഫ് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു കരാറാണ് എന്ന് പറയുന്നതിലൊന്നും ഒരു ഒരു നല്ലതല്ല. പക്ഷേ എന്നാലും നിങ്ങൾ ഇത്രയും മാരേജിനെ കുറിച്ച് സിമ്പിളായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, മാരേജ് ഈസ് എ കോൺട്രാക്റ്റ്. ഓക്കെ, കുറച്ച് കാലം മുമ്പ് വരെ ഈ ഒരു മാരേജ് ഈസ് എ കോൺട്രാക്റ്റ് എന്ന് കേൾക്കുമ്പം എനിക്ക് തന്നെ അതിനോട് യോജിക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് പറയുമ്പം അതൊരു കോൺട്രാക്റ്റ് തന്നെയാണ്. അതായത്
ചിലപ്പം ആ കോൺട്രാക്റ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ജീവിതകാലം മൊത്തം കൊണ്ടുപോകാം. അപ്പോൾ അത് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും മനസ്സിലാക്കുക. ഓക്കെ. And it's also social sanctions to men and women, like for living together. And I also told that regulate sex life. Okay. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാരേജിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഫോംസ് ഓഫ് മാരേജ് പറയാനുണ്ട്. ഇതിനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടെന്ന് വെച്ചാൽ മനസ്സിലാക്കി വെക്കുക എല്ലാ കാര്യങ്ങളും എന്താണ്, ഇപ്പം ഫോംസ് ഓഫ് മാരേജ് എന്താണ്, റൂൾസ് ഓഫ് മാരേജ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. ആൻഡ് ഫാമിലിയിൽ പറയുന്ന, അതായത് മാരേജ് ഫാമിലിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, മാരേജിലൂടെ രണ്ട് പേരും ഒന്നാവുന്ന ഒരു കൂട്ടായ്മ, അതാണ് ഫാമിലി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഫാമിലിയിലേക്ക് നയിക്കുന്നത് എന്താണ്, മാരേജാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ കൺസെപ്റ്റ് ഓഫ് മാരേജ് ആൻഡ് ഫാമിലി ഗോ ടുഗെദർ. ഓക്കെ. ആൻഡ് നമുക്കിനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോംസ് ഓഫ് മാരേജ് ആണ്. അതിലൊന്നാമത്തത് മോണോഗമിയാണ്, ഏക ഭാര്യ ഭർത്തൃ ബന്ധം. രണ്ടാമത്തത് പോളിഗമിയാണ്. പോളിഗമി എന്ന് പറയുന്നത് ബഹുഭാര്യ ഭർത്തൃബന്ധം. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാലോ. മോണോഗമി ഇപ്പം നമ്മളുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു സിസ്റ്റം തന്നെയാണ്, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്. എന്നാൽ പോളിഗമി എന്ന് പറയുന്നത് ഒരു ഭാര്യയ്ക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഭർത്താവിന് ഒന്നിലധികം ഭാര്യമാരുണ്ടാകാം. അതാണ്. ഇനി നമുക്ക് ഈ ഒരു പോളിഗമിയെ, ബഹുഭാര്യ ഭർത്തൃബന്ധത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, പോളിജിനി ആൻഡ് പോളി ആൻഡ്രി. പോളിജിനി എന്ന് പറഞ്ഞാൽ ഒരു ആണിന് ഒരുപാട്, അതായത് ഒരു ഭർത്താവിന് ഒരുപാട് ഭാര്യമാരുള്ളത്. പോളി ആൻഡ്രി എന്ന് പറയുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ്, ഒരു ഭാര്യയ്ക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുള്ളത്. ഓക്കെ. ഇനി നമുക്ക് റൂൾസ് ഓഫ് മാരേജ് ആണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള റൂൾസ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് എൻഡോഗമി ആൻഡ് എക്സോഗമി. എൻഡോഗമി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ, ഇപ്പം നമ്മൾ കാസ്റ്റ് നോക്കി, റിലീജിയൻ നോക്കി, അങ്ങനെ നമ്മൾ മാരേജ് ചെയ്യുന്നതിനാണ് നമ്മൾ എൻഡോഗമി എന്ന് പറയുന്നത്. ഇനി എക്സോഗമി എന്ന് പറയുമ്പം ഇറ്റ്സ് ഇന്റർ കാസ്റ്റ് മാരേജ്, അതായത് നമ്മളുടെ ഗ്രൂപ്പിൽ നിന്നല്ലാതെ മറ്റ് റിലീജിയനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് കാസ്റ്റിൽ നിന്നോ ആളുകളെ വിവാഹം കഴിക്കുന്നതിനാണ് നമ്മൾ എക്സോഗമി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് കിൻഷിപ്പാണ്. കിൻഷിപ്പ് എന്ന് പറയുമ്പോൾ ബന്ധുത്വം, ലൈക്ക് the bond of the blood or marriage which binds people together in group is called kinship. അതായത് രക്തബന്ധമോ വിവാഹബന്ധമോ വഴി ആളുകളെ ഒരുമിച്ച് ചേർത്തുന്ന ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കിൻഷിപ്പ് അഥവാ ബന്ധുത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര തരത്തിലുള്ള ബന്ധുത്വം ഉണ്ട്, എത്ര തരത്തിലുള്ള ബന്ധുത്വം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ രണ്ട് തരത്തിലാണ് കിൻഷിപ്പ് ഉള്ളത്. ഒന്നാമത്തത് ബ്ലഡ് റിലേഷൻ, ദാറ്റ് ഈസ് കോൺസാൻജുനിയസ് കിൻഷിപ്പ്, ബ്ലഡ് റിലേഷൻസ്. ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ അഫിനൽ കിൻഷിപ്പ്. അഫിനൽ കിൻഷിപ്പ് മീൻസ് മാരേജിലൂടെ നമുക്കുണ്ടാവുന്ന റിലേഷൻഷിപ്പുകളെയാണ് നമ്മൾ അഫിനൽ കിൻഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പം മാരേജിലൂടെ, ഇപ്പം ഞാൻ മാരേജ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹസ്ബൻഡ് ഉണ്ടാവുന്നു, എനിക്ക് ഹസ്ബൻഡിൻ്റെ ഇൻലോസ് ഉണ്ടാവുന്നു. അപ്പോൾ അവരൊക്കെ എന്താണ്, എൻ്റെ ആ ഒരു മാരേജ് എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ വന്നിട്ടുള്ള ബന്ധങ്ങളാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അഫിനൽ കിൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് റിലീജിയൻ. എന്താണ് റിലീജിയൻ? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. റിലീജിയൻ ഈസ് ദ ഓപ്പിയം ഓഫ് ദി പീപ്പിൾ. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ റിലീജിയൻ്റെ എലിമെൻറ്റ്സ് പറയാനുണ്ട്, റിലീജിയൻ്റെ ഉത്ഭവം പറയാനുണ്ട്, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ. സോഷ്യോളജിക്കൽ വ്യൂ പോയിന്റിലൂടെ നമ്മൾ റിലീജിയനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെ റിലീജിയൻ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു, മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സോഷ്യോളജിക്കലി നമ്മൾ റിലീജിയനെ കുറിച്ച് പഠിക്കുന്നത്. Then commonly when we talk about religion, we study what is religion and what are the major types of religion and its characteristics തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ റിലീജിയനെ കുറിച്ച് പഠിക്കുന്നത്. ഇനി ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ബിലീഫാണ് റിലീജിയൻ്റെ അടിസ്ഥാനം. അതായത് സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ് എന്ന് പറയുമ്പോൾ മനുഷ്യാതീതമായിട്ടുള്ള ഒരു ശക്തി, മനുഷ്യന് അതീതമായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. ആ ഒരു ശക്തി
സർവശക്തനാണ് എന്ന മനുഷ്യൻ്റെ ഭയവും അതിനോടുള്ള ഒരു ഭക്തിയുമാണ് ഓരോ റിലീജിയൻ്റെയും എക്സിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാം. ഒരു പരിധി വരെ റിലീജിയനിലുള്ള ഒരു വിശ്വാസം നല്ലതാണ് എന്നതാണ് എൻ്റെ ഒപ്പീനിയൻ. മാത്രമല്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് നമുക്ക് റിലീജിയനിലോട് കുറച്ച് ഭക്തിയും ബഹുമാനമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ കൂടുതൽ ആളുകളെ ദ്രോഹിക്കാനോ ഈ കർമ്മയിൽ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട്. പക്ഷേ ഈ ഒരു റിലീജിയനിലുള്ള ആ ഒരു ഭക്തിയും ബഹുമാനമൊക്കെ അധികമാകുമ്പോഴാണ് നമ്മളുടെ സൊസൈറ്റിയിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഇപ്പം കമ്മ്യൂണൽ വയലൻസും അതേപോലെ തന്നെ ടെററിസം പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ ഒരു റിലീജിയനിൽ അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം പറയാനുള്ളത് എലിമെൻറ്റ്സ് ഓഫ് റിലീജിയൻസ് ആണ്. അതായത് റിലീജിയൻ്റെ ഘടകം. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ബിലീഫ് ഇൻ ദ സൂപ്പർ നാച്ചുറൽ പവറാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് മനുഷ്യന് അതീതമായിട്ടുള്ള ശക്തിയിലുള്ള ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് പോളിത്തിസ്റ്റ്. ആരാണ് ഈ പോളിത്തിസ്റ്റ് എന്ന് പറയുന്നത്? ബിലീവ് ഇൻ മോർ ദാൻ വൺ ഗോഡ്. ഒരു ദൈവത്തിലല്ലാതെ ഒരുപാട് ദൈവങ്ങളിലുള്ള വിശ്വാസികളെയാണ് നമ്മൾ പോളിത്തിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹിന്ദു മതവിശ്വാസികളൊക്കെ ഈ ഒരു പോളിത്തിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. കാരണം ഹിന്ദു മതത്തിൽ ഒരു ദൈവമല്ല ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്. പുരാതന കാലത്ത് അവർ ഇതേപോലെ തന്നെ ഒന്നിലധികം ദൈവങ്ങളെ ആരാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് ഒബ്ജക്ട്സുകൾ, ഇപ്പോൾ കാറ്റ്, വായു, അഗ്നി, കല്ല്, മരം, ഇവയിലൊക്കെ അവർ എന്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു? ദൈവത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് മോണോത്തിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിനെ കുറിച്ചാണ്. മോണോത്തിസ്റ്റ് എന്ന് പറയുമ്പോൾ ബിലീവ് ഇൻ വൺ ഗോഡ്, അതായത് ഒരു ദൈവത്തിലുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ദൈവം, ഈ മോണോത്തിസ്റ്റുള്ള ദൈവം എങ്ങനെയുള്ള ആളാണ്? ഓംനി പ്രസൻ്റ് ആണ്. അതായത് പ്രസൻറ്റ് ഇൻ എവ്രിവെയർ, എല്ലായിടത്തും കാണപ്പെടുന്നവൻ. ആൻഡ് ഓംനി പൊട്ടൻറ്റ്, ഓൾ പവർഫുൾ, എല്ലാ ശക്തിയുമുള്ളവൻ. ഓംനി സൈൻറ്റ് എന്ന് പറയുമ്പം ഓൾ നോയിങ്, എല്ലാം അറിയുന്നവൻ. അപ്പോൾ ഇതൊക്കെ ആ ഒരു വൺ ഗോഡ്, ദൈവത്തിൻ്റെ പൊതുവെയുള്ള ആ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് മോണിത്തേസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് മാൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് വിത്ത് ദ സൂപ്പർ നാച്ചുറൽ പവറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ആൻഡ് റിലീജിയൻ കൺസിഡേർഡ് സം ആക്ട്സ് ആസ് റൈറ്റസ് ആൻഡ് സാക്രഡ്. അതായത് റിലീജിയനിലുള്ള പൊതുവേ ഉള്ള കാര്യങ്ങൾ സാക്രഡാണ്, അതേപോലെ തന്നെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് സാൽവേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് റിലീജിയൻ. അതായത് സാൽവേഷൻ എന്ന് പറയുമ്പോൾ മോക്ഷം എന്ന് പറയുന്ന കാര്യങ്ങൾ. അടുത്തൊരു എലിമെൻറ്റ് എന്ന് പറയുന്നത് എ ഡെഫിനിറ്റ് പ്ലേസ് ഓഫ് വേർഷിപ്പാണ്. ആരാധനയ്ക്കുള്ള ഒരു പ്രത്യേക പ്ലേസ്. ഇപ്പം ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ച് ടെമ്പിൾ ആൻഡ് ചർച്ച്, മോസ്ക് തുടങ്ങിയവയൊക്കെ. ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് സാക്രഡ്നെസ്, അതായത് വിശുദ്ധിയിലുള്ളൊരു വിശ്വാസം. അത് എന്താണ്? റിലീജിയൻ്റെ മറ്റൊരു ഘടകമാണ്. ഇനി ലാസ്റ്റ് വൺ, എവ്രി റിലീജിയൻ ഹാസ് ഇറ്റ്സ് സ്പെസിഫിക് റിച്വൽസ്. അതായത് ഓരോ റിലീജിയനിലും അതിൻ്റേതായിട്ടുള്ള ചില ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എലിമെൻറ്റ്സിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് സോഷ്യൽ റോൾ ഓഫ് റിലീജിയൻ ആണ്. റിലീജിയൻ്റെ ആ ഒരു സാമൂഹ്യ റോൾ എന്താണ് എന്നുള്ളതാണ്. ഒന്നാമത് സോഷ്യൽ കൺട്രോളാണ്, അതായത് സമൂഹത്തെ നിയന്ത്രിക്കുക. രണ്ടാമത് സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം. ആൻഡ് മൂന്നാമത്തത് സാമൂഹ്യ ഐക്യം നിലനിർത്തുക ആളുകൾക്കിടയിൽ. ആൻഡ് പ്രൊവൈഡ് ഓപ്റ്റിമിസം മീൻസ് ശുഭാക്തി വിശ്വാസം. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം, അവനെല്ലാം കാത്തോളും, അവൻ കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് എന്ത് തരുന്നു? ശുഭാക്തി വിശ്വാസത്തിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഒറിജിൻ ഓഫ് റിലീജിയൻ ആണ്. ഒറിജിൻ ഓഫ് റിലീജിയനിൽ E.B. ടൈലർ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റിൻ്റെ അനിമിസം തിയറി പറയുന്നുണ്ട്. അനിമിസം തിയറിയിലൂടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, പുരാതന കാലത്ത് മനുഷ്യർ കാറ്റ്, വായു, വെള്ളം, അഗ്നി, മരം തുടങ്ങിയവയൊക്കെ ആരാധിച്ചിരുന്നു. അപ്പോൾ ഇവയോടുള്ള ആ ഒരു ഭയം, അതായത് ഇപ്പം
ഇപ്പം കാറ്റൊക്കെ കൂടുതലായിട്ട് ഇങ്ങനത്തെ കൊടുങ്കാറ്റൊക്കെ അടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മഴ അധികമായിട്ട് വീഴുന്ന സമയത്തൊക്കെ ഇവർ അതിനെ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു ഭയമാണ് ഇവയൊക്കെ ആരാധിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറിയത് എന്നാണ് അനിമിസം തിയറിയിലൂടെ ആര് പറയുന്നത്? E.B. ടൈലർ പറയുന്നത്. ആൻഡ് ഹെർബർട്ട് സ്പെൻസർ ആൻസെസ്ട്രൽ വേർഷിപ്പിലൂടെ അദ്ദേഹം പറയുന്നത് റിലീജിയൻ കെയിം ഫ്രം ഫിയർ ഓഫ് ഗോസ്റ്റ്, അതായത് പ്രേതത്തിലുള്ള ആ ഒരു ഫിയറാണ് ഇവർ എന്താണ് ഈ ഒരു റിലീജിയനിലേക്ക് നയിച്ചത് എന്ന് ആൻസെസ്ട്രൽ വേർഷിപ്പിലൂടെ ആണ് ആര് പറയുന്നത്? ഹെർബർട്ട് സ്പെൻസർ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിലീജിയനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചാണ്. ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഏതൊക്കെയാണ്? പൊളിറ്റിക്സ്, എക്കണോമിക്സ്, എഡ്യൂക്കേഷൻ തുടങ്ങിയവ. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇതിൻ്റെ നോട്ട്സ് ഒന്നും ഒരുപാട് എഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കി വേണ്ട പോയിൻറ്റ്സുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകൾ ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പൊളിറ്റിക്സിനെ കുറിച്ചാണ്. എന്താണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ? പൊളിറ്റിക്സ് ഈസ് എബൌട്ട് പവർ, റൂൾസ് ആൻഡ് ഗവേണൻസ് അല്ലേ. ആൻഡ് I think it mainly for control people's activity. If we don't make social control, it would lead to chaos and the system will collapse. അതായത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ നിയന്ത്രിക്കാൻ, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ തന്നെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ ഒന്നും നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ സാമൂഹ്യ സിസ്റ്റം വരെ തകരാറിലാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ആദ്യ കാലഘട്ടത്തിൽ മീൻസ് പ്രിമിറ്റീവ് സൊസൈറ്റിയിലൊക്കെ നമ്മളെ മനുഷ്യന്മാരെ നിയന്ത്രിക്കാൻ നമ്മളുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ആ ഒരു സൊസൈറ്റിയിൽ ഫാമിലിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ആ ഒരു തരത്തിലല്ല നമ്മളുടെ സിസ്റ്റം വളർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് പൊളിറ്റിക്സ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഫാദറായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഫിലോസഫറാണ്, അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, ഇനി നമുക്ക് പൊളിറ്റിക്സിൻ്റെ ഒരു ഡിവിഷൻ ഓഫ് പൊളിറ്റിക്സിൻ്റെ പ്രധാനമായിട്ടുള്ള ഡിവിഷൻസ് ആണ് എന്ത്? അതോറിറ്റി, പവർ തുടങ്ങിയവ. അപ്പോൾ പവർ ഈസ് ദ കപ്പാസിറ്റി ടു ഇൻഫ്ലുവൻസ് ഡിസ്കഷൻസ് ആൻഡ് കൺട്രോൾ റിസോഴ്സ് ഇൻ സൊസൈറ്റിയാണ്. അതായത് മറ്റുള്ളവരുടെ തീരുമാനങ്ങളെയും പ്രവർത്തികളെയും സ്വാധീനിക്കാനുള്ള ഒരു ശേഷിയാണ് നമ്മളുടെ ആ ഒരു പവർ, അധികാരം എന്ന് പറയുന്നത്. ആൻഡ് ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് അതോറിറ്റിയാണ്. അതോറിറ്റി മീൻസ് having the right to command because of one's positions or role ആണ്. അതായത് നമുക്കൊരു ഒരാളുടെ മേൽ കമൻറ്റ് ചെയ്യാൻ തരത്തിലുള്ള ആ ഒരു അതോറിറ്റി, അധികാരം എന്ന് പറയുന്നത്. എ ടീച്ചർ ഹാസ് അതോറിറ്റി ടു എൻഫോഴ്സ് ലോസ് ആണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പവർ ഈസ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ആൻഡ് അതോറിറ്റി ഈസ് ലീഗലി ഓർ സോഷ്യലി അക്സെപ്റ്റഡ് പവർ. ഓക്കെ, ആൻഡ് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ദ സ്റ്റേറ്റ് ഈസ് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം and the state is a political organization that has the authority to govern a populations within a fixed territory. അതായത് ജനസംഖ്യയും, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജനസംഖ്യയും നിശ്ചിത പ്രദേശവും പരമാധികാരവുമുള്ള ഒരു രാഷ്ട്രീയ സംഘടനയാണ് സംസ്ഥാനം എന്ന് തന്നെ നമുക്ക് പറയാം. സ്റ്റേറ്റിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്? പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവേണൻസ്, സോവോജിനിറ്റി തുടങ്ങിയവ. പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ പീപ്പിൾ ലിവിങ് ഇൻ ദ സ്റ്റേറ്റ്, ആ ഒരു സ്റ്റേറ്റിൽ താമസിക്കുന്ന ജനങ്ങൾ, അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ, ജനസംഖ്യ എന്ന് പറയുന്നത്. ആൻഡ് ടെറിട്ടറി ഈസ് എ ഫിക്സ്ഡ് ജിയോഗ്രഫിക്കൽ ഏരിയ. അപ്പോൾ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിക്സ്ഡ് ജിയോഗ്രഫിക്കൽ ഏരിയ കൂടിയിട്ടുള്ളതാണ്. ഗവേണൻസ് മീൻസ് അതോറിറ്റി ദാറ്റ് റൂൾസ് ആൻഡ് മേക്സ് ലോസ്. ആൻഡ് സോവോജിനിറ്റി അവിടുത്തെ സുപ്രീം പവറിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം വിത്തൗട്ട് ദീസ് എനി വൺ ഓഫ് ദീസ് എലിമെൻറ്റ്സ് എ സ്റ്റേറ്റ് ക്യാനോട്ട് എക്സിസ്റ്റ് എന്നുകൂടി പറയാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു സ്റ്റേറ്റിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഘടകങ്ങളാണ്.
ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റൈറ്റ്സ് ഓഫ് സിറ്റിസൻസ്, അതായത് നമ്മുടെ പൗരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായിട്ടുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത് സിവിൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ റൈറ്റ്സ്, സോഷ്യൽ റൈറ്റ്സ് തുടങ്ങിയിട്ടുള്ളതാണ്. സിവിൽ റൈറ്റ്സ് എന്ന് പറയുമ്പം ഇപ്പം ഒരു സിറ്റിസന് എവിടെ താമസിക്കണം, അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച്, റിലീജിയൻ, ഓൺ പ്രോപ്പർട്ടി ആൻഡ് ലൈക്ക് നിയമത്തിനു മുൻപിൽ ജീവിക്കാൻ സമന്മാരാണ് എന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള അവകാശം, അതിനെയാണ് നമ്മൾ സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റൈറ്റ്സ്, പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമുക്ക് വോട്ടവകാശം, അത് നമ്മളുടെ ഒരു അതായത് നമുക്ക് പൊളിറ്റിക്കൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്താം. മാത്രമല്ല നമ്മളുടെ ആ ഒരു നമുക്ക് ഓഫീസുകൾ തുടങ്ങാനും അതിൻ്റെ ഫ്രാഞ്ചൈസികൾ തുടങ്ങാനും ഒക്കെ ഉള്ള ആ ഒരു അവകാശം, ഇതിനൊക്കെ നമുക്ക് ആ ഒരു പൊളിറ്റിക്കൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്താം. ഇനി സോഷ്യൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ പൗരന്മാർക്കും മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് സാധ്യമാക്കുക. ഇപ്പം എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ് സോഷ്യൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് നാഷണലിസം. എന്താണ് നാഷണലിസം? Nationalism is a feeling of love, pride, and loyalty towards one's nation. It means putting the nation's interest above personal or group interest. അതായത് എല്ലാത്തിനും ഉപരി എന്താണ്, നേഷനാണ് എന്നുള്ള ആ ഒരു മനോഭാവത്തെയാണ് നമ്മൾ നാഷണലിസം എന്ന് പറയുന്നത്. അപ്പം ഫീലിംഗ് ഓഫ് വി ബിലോങ് ടു വൺ നേഷൻ. അപ്പോൾ ഇവയൊക്കെ എന്താണ്, വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു റൈറ്റ്സ് ഓഫ് സിറ്റിസൺ, നാഷണലിസം, സ്റ്റേറ്റ്, ഇവയൊക്കെ എന്താണ്, പൊളിറ്റിക്സിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം വാട്ട് ഈസ് പൊളിറ്റിക്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരുപാട് 5-10 മാർക്കിനുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികം, അല്ലേ, സാമ്പത്തിക ശാസ്ത്രം എന്നൊക്കെ നമുക്ക് പറയാം. ഇൻ എ സിമ്പിൾ വേർഡ്, വർക്ക് റെഫേഴ്സ് ടു പെയ്ഡ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പറയണം, സാമ്പത്തികമായിട്ട് നമുക്ക് ഉയരണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ജോബ് വേണം, അല്ലേ. അപ്പോൾ വ്യത്യസ്ത തരത്തിലാണ് ഇന്ന് ജോബുകളൊക്കെ ഉള്ളത്. ലൈക്ക് കച്ചവടക്കാർ, IT വർക്കർ, ബിസിനസ്, കരകൗശല പണിക്കാർ, കൂലിപ്പണിക്കാർ തുടങ്ങിയിട്ടുള്ള വിവിധ തരങ്ങളായിട്ടുള്ള ജോബുകളാണ് ഇന്ന് നമുക്ക് നമ്മളുടെ ആ ഒരു സൊസൈറ്റിയിൽ ഉള്ളത്, അല്ലേ. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നമുക്ക് വർക്കിംഗ് ക്ലാസ് സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ളത്. അതായത് വർക്കിംഗ് ക്ലാസ് മാത്രമല്ല, ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ 2 തരത്തിലുള്ള ക്ലാസ്സുകൾ ഉയർന്നു വന്നു, അല്ലേ. ഒന്നാമത്തത് മുതലാളി വർഗവും രണ്ടാമത്തത് തൊഴിലാളി വർഗവും, ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആൻഡ് വർക്കിംഗ് സൊസൈറ്റി. ഓക്കെ, പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ആദ്യകാലത്ത് എന്താണ്, ജാതിപരമായിട്ടുള്ള ഒരു ഒക്യുപ്പേഷണൽ സിസ്റ്റം നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ നമ്മൾ ട്രഡീഷണൽ ഒക്യുപ്പേഷണൽ സിസ്റ്റം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ജാതിയിലുള്ള ആളുകൾക്ക് ഇന്ന തൊഴിൽ മാത്രമേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പറയുകയാണെങ്കിൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ബ്രാഹ്മണർ അധ്യാപന വൃത്തിയും അതേപോലെ തന്നെ പൂജാവിധി കർമ്മങ്ങളും മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ക്ഷത്രിയന്മാർ യുദ്ധം തുടങ്ങിയിട്ടുള്ളത്, ആൻഡ് വൈശ്യർ കരകൗശലപ്പണിക്കാർ, കച്ചവടക്കാർ തുടങ്ങിയവ, ആൻഡ് ശൂദ്രർ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള അടിമകളായിട്ടാണ് നമ്മൾ അവരെ കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ തൊഴിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള ഒരു തൊഴിൽ വിഭജനം നമ്മളുടെ സമൂഹത്തിലില്ല. ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള ജോലി സെലക്ട് ചെയ്യാം, അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വർക്കിംഗ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഫ്ലെക്സിബിൾ പ്രൊഡക്ഷനാണ്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഫ്ലെക്സിബിൾ പ്രൊഡക്ഷൻ. എന്താണ് ഈ ഒരു ഫ്ലെക്സിബിൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ വർക്ക് എന്താണ്, ഫ്ലെക്സിബിളാണ്. ലൈക്ക് നമ്മളുടെ ആ ഒരു ഡിമാൻഡിനനുസരിച്ച് നമുക്ക് വർക്ക് തിരഞ്ഞെടുക്കാം. ലൈക്ക് ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഓഫീസ് വർക്ക് ചെയ്യാം. അങ്ങനെ ഫ്ലെക്സിബിളാണ് നമ്മളുടെ ഇന്നത്തെ ആ ഒരു വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ നമ്മളുടെ ആ ഒരു ഇന്നത്തെ സൊസൈറ്റിയിലുള്ള വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷൻ ഓഫ് വർക്കാണ്. അതായത് ഡീസെൻട്രലൈസേഷൻ മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക്സ്. ലൈക്ക് ഒരു ഓഫീസിലെ ആളുകൾക്ക് തന്നെ ചിലർ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യും, ചിലർക്ക് വർക്ക് ഫ്രം ഹോം സെലക്ട് ചെയ്യാം. അപ്പം വർക്ക് എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു,
അല്ലേ, ലെസ് ഡയറക്റ്റ് കൺട്രോൾ ബൈ ദ മെയിൻ കമ്പനി അല്ലേ. അപ്പോൾ നമുക്ക് വളരെ എൻജോയബിൾ ആയിട്ട് തന്നെ ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇനിയിപ്പം ചില ബ്രാൻഡഡ് ക്ലോത്ത്സ് കാരൊക്കെ ചില സ്മോൾ യൂണിറ്റ്സിനെയൊക്കെ ആശ്രയിക്കുന്നില്ല. അപ്പം അതൊക്കെ എന്താണ്, അതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ്, ഡീസെൻട്രലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്ന മാറ്റങ്ങളാണ്. അപ്പോൾ എക്കണോമിക്സിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം അല്ലേ. എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് നോളജ്, സ്കിൽസ്, വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്, ദ ഹെൽപ്പ് ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്പ് എ പേഴ്സൺ ടു ഡെവലപ്പ് ആൻഡ് മെൻ്റലി, സോഷ്യലി ആൻഡ് മോറലി അല്ലേ. അപ്പോൾ എഡ്യൂക്കേഷൻ നമ്മളുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ മെൻ്റലി എല്ലാം ഡെവലപ്പ്, നമ്മളുടെ സ്ട്രോങ് ആക്കാനൊക്കെ നമ്മളെ എന്ത് സഹായിക്കുന്നു, എഡ്യൂക്കേഷനിലൂടെ സാധിക്കുന്നു, എഡ്യൂക്കേഷൻ സഹായിക്കുന്നു അല്ലേ. എഡ്യൂക്കേഷൻ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ഇനി എന്താണ് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു സിസ്റ്റമാറ്റിക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയാണ് നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ഇന്നത്തെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന സ്കൂൾ, കോളേജസ്, യൂണിവേഴ്സിറ്റി, അവിടെയൊക്കെ ട്രെയിൻ ടീച്ചേഴ്സ് ഉണ്ടാവും, ഫിക്സ്ഡ് ആയിട്ടുള്ള കരിക്കുലംസ് ഉണ്ടാവും, സിലബസ് ഉണ്ടാവും, പിന്നെ എന്താ പറയുക, ലേണിംഗ് ഇങ്ങനെയുള്ളതായിരിക്കാം, ഗ്രേഡഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിരിക്കാം, എക്സാംസ് ഉണ്ടാവും, ഡിഗ്രീസ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയാണ് നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്നും, ചുറ്റുപാടുകളുള്ള വ്യക്തികളിൽ നിന്നും, നമ്മളുടെ എക്സ്പീരിയൻസുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന ആ ഒരു നോളജ്, അത്തരത്തിലുള്ള ആ ഒരു എഡ്യൂക്കേഷനാണ് നമ്മൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ നമ്മളുടെ തേർഡ് ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളൊരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സീരിയൽ മോണോഗമി. എന്താണ് സീരിയൽ മോണോഗമി എന്ന് പറഞ്ഞാലും? മോണോഗമി എന്ന് പറഞ്ഞാൽ ഏകഭാര്യ ഭർത്തൃബന്ധമാണ്. സീരിയൽ മോണോഗമി എന്ന് പറഞ്ഞാലും ഏകഭാര്യ ഭർത്തൃബന്ധം തന്നെയാണ്. പക്ഷെ അവിടെ കുറച്ച് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഒരു ഭാര്യ ഭർത്താവ്, അപ്പോൾ അവർ ആ ഒരു സമയത്ത് അവർക്ക് ഒരു ഭാര്യയും ഒരു ഭർത്താവും തന്നെ ഉള്ളൂ. പക്ഷേ ഇവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ഇവർ ഡിവോഴ്സായി എന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു ചെറിയൊരു കാലയളവിലായിരിക്കും അവരുടെ മാരേജ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. അവർ മാരേജിലായിരിക്കുമ്പോഴും അവർക്ക് എന്താണ്, അവർ ഏകഭാര്യ ഭർത്തൃബന്ധം തന്നെയാണ്. ഇനി ഡിവോഴ്സായി കഴിഞ്ഞ് ഇനി അവർ വേറെ കല്യാണം കഴിച്ചാലും അറ്റ് എ ടൈം അവർക്ക് ഒരു റിലേഷനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബന്ധത്തെയാണ് നമ്മൾ സീരിയൽ മോണോഗമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ.